കോതമംഗലത്ത് സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിശീലനം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ PM പോഷൻ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി 2026-27 അധ്യയന വർഷത്തേക്കുള്ള കോതമംഗലം ഉപജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യവും മറ്റും ആരോഗ്യ പരിപാലനം നിങ്ങളിലെ ഓരോരുത്തരുടെയും കൈകളിലാണ് എന്ന് എനിക്ക് മുന്നേ സംസാരിച്ചവർ പറഞ്ഞു. ശരിയാണ്, സ്ത്രീകളാണ് പാചകത്തിൽ ഏറ്റവും കൂടുതൽ കർമ്മോത്സുകരായിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കുടുംബത്തിൽ ആരാ പാചകം ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനും മക്കൾക്കും നമ്മൾ നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ജോലികളിലേക്ക് പ്രവേശിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ കൈപുണ്യം? സ്ത്രീകൾക്കുള്ള പ്രത്യേക കഴിവാണത്. പാചകം ചെയ്യുക, നല്ല രുചികരമായ പാചകം ചെയ്യുക. പാചകത്തിൽ തന്നെയാണ് മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ഒരു വലിയ പങ്ക്. നമ്മുടെ കൈപുണ്യം, നമ്മുടെ സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ആ ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്ന് തന്നെ ഒരു 60% നമ്മളിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പങ്ക് തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഉച്ചഭക്ഷണം ഉറപ്പാക്കാൻ ഇത്തരം പരിശീലനങ്ങൾ ഏറെ സഹായകരമാണെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു. സീനിയർ സൂപ്രണ്ട് റീന ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് അജ്മൽ ഷാ, കോതമംഗലം മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ ക്ലാസ് നയിച്ചു. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾക്കാരെല്ലാം പറയുന്നത് ഞാൻ കേട്ടു. ഒരുപാട് വളർന്നു വരുന്ന തലമുറകളെ പരിപോഷിപ്പിച്ച് വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും കൊടുത്ത് അത് സ്നേഹത്തോടെ അത് വിളമ്പി കൊടുക്കുക എന്നുള്ളത് ദൈവം അനുഗ്രഹിച്ചു തരുന്ന ഒരു ജോലി തന്നെയാണ്. അപ്പൊ അതിലേക്ക് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് വേണം നിങ്ങൾ വിശ്വസിക്കാൻ. അത്രയും ഒരു മനോഹരമായ ജോലി ചെയ്യുന്നതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ വക ഒരു സല്യൂട്ട് ഞാൻ തരികയാണ്. അപ്പോ ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ അവിടെ സ്കൂളിൽ കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ കഞ്ഞിയും കടലയും. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സും കഴിഞ്ഞ് 3ാം ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ 3ലും 4ലും ഒന്നും കഞ്ഞിയില്ല. അന്നത്തെ സാമ്പത്തിക സ്ഥിതി അങ്ങനെയായിരുന്നു. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും മാത്രമാണ്. ഞാൻ 2000 കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് 1ലും 2ലും പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ കഞ്ഞിയും പയറുള്ളൂ. 3ലും 4ലും പഠിക്കുന്ന കുട്ടികൾക്ക് കഞ്ഞിയും പയറുമില്ല. അതിനുശേഷം 5ാം ക്ലാസ്സിലോട്ട് വന്നപ്പോഴേക്കും നിയമങ്ങൾ കുറച്ചും കൂടി പരിഷ്കൃതമായി, കുറച്ചും കൂടി നമ്മുടെ ഖജനാവ് സമ്പന്നമായപ്പോൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൂടി കഞ്ഞിയും പയറും അനുവദിക്കുന്ന നിലയിലേക്ക് സ്കൂളുകൾ എത്തിച്ചേർന്നു. അതിനുശേഷം 7ാം ക്ലാസ് എത്തിയപ്പോൾ കഞ്ഞിയും പയറും മാത്രമല്ല, ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ കൃത്യമായിട്ട് ഓർമ്മയില്ല, എല്ലാവർക്കും ഓരോ മുട്ട കൊടുക്കുന്ന രീതിയിലേക്ക് സ്കൂളുകൾ എത്തി. അതിനുശേഷം 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ വന്ന് ഭക്ഷണമില്ല. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. 8 വരെ. നൂൺമീൽ ഓഫീസർ ഷിജോ ജോർജ്, സുകുമാരി മണി, ശാലിനി ഘോഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പരിശീലനത്തിൽ പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന രീതികൾ, ഗുണനിലവാരം ഉറപ്പാക്കൽ, ശുചിത്വ മാനദണ്ഡങ്ങൾ, ഭക്ഷ്യസുരക്ഷാ മുൻകരുതലുകൾ എന്നിവ വിശദമായി ചർച്ച ചെയ്തു. കോതമംഗലം ജില്ലയിലെ വിവിധ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.